ഇതിൽ ഈ സ്ത്രീ കഥാപാത്രങ്ങളുടെ പ്രാധാന്യം ഇപ്പോൾ അടൂരിൻ്റെ എല്ലാ സിനിമയിലും വളരെ ശക്തരായിട്ടുള്ള സ്ത്രീ കഥാപാത്രങ്ങളാണ് ഉള്ളത്. അത് പ്രായമായവരാണെങ്കിലും അമ്മൂമ്മമാർ മുതൽ അമ്മമാരും എല്ലാവരും ഉള്ള ആ ഒരു കാലഘട്ടത്തിൻ്റെ പ്രത്യേകതയാണ്. പക്ഷേ ഇതിൽ വളരെ ഓപ്പണായിട്ട് തന്നെ വളരെ മുമ്പിൽ തന്നെ നിന്ന് അവരവരുടെ അഭിപ്രായങ്ങൾ വളരെ ശക്തമായിട്ട് പറയുകയും പലപ്പോഴും ചിലപ്പോൾ വളരെ നിർദ്ദയമായിട്ട് തന്നെ അവരെ ഉപദ്രവിക്കാൻ വരുന്നവരെ അവർ ഓടിച്ചു വിടുന്നതൊക്കെ ഉണ്ട്. പ്രേമിക്കാൻ വരുന്നവരെ പ്രേമമുണ്ട്. അതേ സമയത്ത് ഈ പറഞ്ഞ പോലെ സെക്ഷുവാലിറ്റി അതൊരു വലിയ ലൈംഗികത അല്ലെങ്കിൽ ലൈംഗിക ലൈംഗിക ഒരു ഡിസയർ ഇതൊക്കെ ഇതിനകത്ത് വളരെ വളരെ കാര്യമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരു ഞാൻ ജീവിക്കുന്ന ഇതെല്ലാം ഇങ്ങനത്തെ 3-4 പേരുടെ അവരുടെ സ്വത്വത്തിൻ്റെ ഇതാണ്. അവർക്കുണ്ടാവുന്ന പലതരത്തിലുള്ള അടിച്ചമർത്തലുകൾക്കെതിരായിട്ടുള്ള ഇതുണ്ട്. അതേസമയത്ത് അവരുടെ ആഗ്രഹങ്ങൾ, സദാചാരം, സെക്ഷുവൽ ഡിസയർ ഇതെല്ലാം ഇതിനകത്ത് വരുന്നുണ്ട്. ഇത് ഈ സെക്ഷുവൽ ഡിസയർ പക്ഷേ വളരെ ഒരു ബ്രഷ് സ്ട്രോക്ക് പോലെ മാത്രമേ വരുന്നുള്ളൂ. പലരുടെ ആഗ്രഹങ്ങൾ വരുന്നത് സട്ടിലാണ് വളരെ മനഃപൂർവ്വമായിട്ട് മുമ്പിൽ കൊണ്ടുവരാത്തതാണ് ആണല്ലേ. വളരെ ചിലത്തിൽ വളരെ ശക്തമായിട്ട് വരുന്നു എന്ന് തോന്നുമ്പോഴേക്കും അവിടെ വെച്ച് പുറകോട്ട് പോവുകയാണ്. ഇപ്പൊ മുകേഷും മറ്റും ആഗ്രഹം പ്രകടിപ്പിച്ചുകൊണ്ട് വരുന്ന ആറാവുള്ള ഇന്നേക്ക് 10ஆம் മാസം അരുമயான ഒരു ആൺകുളത്തെ കട്ടായം ഞാൻ കൈയടിച്ചു പറയുന്നു. അത് ശരിയാണോ നാറാപിള്ള ചേട്ടാ? അതൊരു പെണ്ണാപ്പറന്നോക്ക് ചേർന്നതാണോ? ആ കുളന്തയ്ക്ക് ദീർഘായുസ് കിടക്കും, കടവുൾ കാപ്പാത്തും. വേണ്ട നാറാപിള്ള ചേട്ടാ. ആ കഥാപാത്രങ്ങൾ അതുപോലെ അതിനകത്ത് ഒരു പല ആ സിനിമയെ പറ്റിയുള്ള പല എഴുത്തുകളിലും കാണുന്നത് ഏറ്റവും കളർഫുൾ അടൂരിൻ്റെ സിനിമകളിൽ ഏറ്റവും വർണ്ണം നിറഞ്ഞു നിൽക്കുന്ന അത് ആ പെൺകുട്ടികളുടെ ആണല്ലേ. MJ രാധാകൃഷ്ണൻ ആദ്യമായിട്ട് വർക്ക് ചെയ്യുന്നതിലാണോ? MJ രാധാകൃഷ്ണൻ ഡോക്യുമെൻ്ററി വർക്ക് ചെയ്യുക ആണല്ലേ. രാധാകൃഷ്ണൻ്റെ സോ ബ്രില്യൻറ്റ്. അതെ, നല്ലൊരു ആർട്ടിസ്റ്റ് ആയിരുന്നു രാധാകൃഷ്ണൻ. രവിവർമ്മ പോയതിന് ശേഷം എനിക്ക് പൂർണ്ണമായിട്ട് ഡിപ്പെൻഡ് ചെയ്യാവുന്ന ഒരു അത് വലിയ നഷ്ടമാണ് എനിക്ക് ഉണ്ടായത്. രാധാകൃഷ്ണൻ പോയത് വലിയ നഷ്ടമാണ്. അത് ശരിയാ. പിന്നെ 2-3 സിനിമകൾ അല്ലേ 2-3 സിനിമകളിലും വർക്ക് ചെയ്തിട്ടുണ്ട്. ഈ കുട്ടനാടിൻ്റെ ഒരു ബാക്ക് ഡ്രോപ്പ് ഉണ്ടല്ലോ അതിനകത്ത്, വെള്ളവും പായലും ബോട്ടുകളെല്ലാം. അതിനകത്ത് അടൂരിൻ്റെ കുട്ടിക്കാലത്തെ ഈ ബോട്ടുകളും വെള്ളവും ഒക്കെ നിറഞ്ഞൊരു കാലത്തെ ഓർമ്മയൊക്കെ അതിനകത്ത് പല സ്ഥലത്തും പറഞ്ഞു വരുന്നുണ്ട്. ഈ സ്ത്രീകളുടെ ഒരു ഇഷ്യൂ അല്ലെങ്കിൽ സ്ത്രീകൾ നമ്മുടെ സമൂഹത്തിൽ വളരെ ഒരു അടിച്ചമർത്തപ്പെട്ട വിഭാഗമാണ് എന്നുള്ള ശക്തമായ വിശ്വാസമുള്ള ആളാണോ അടൂർ? അല്ല, അടിച്ചമർത്തപ്പെട്ടവരാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇല്ല. അത് മാത്രമല്ല, സ്ത്രീകൾ വളരെ വളരെ മുമ്പിൽ വന്നിട്ടുള്ള ഒരു സമുദായമാണ് നമ്മുടെ. സ്ത്രീകൾ എന്ന് മാത്രമല്ല ദൃഢനിശ്ചയമുണ്ട് സ്ത്രീകൾക്ക്. ഈ ഭർത്താവ് എന്ന് പറയുന്നവൻ പിന്നെ അവന് പലപ്പോഴും ഇട്ടേച്ച് പോവുക, നോക്കാത്ത പോകുന്നവർ, പിന്നെ അങ്ങനെ പോകുന്ന ഒരു നിരുത്തരവാദിയാണ്. പക്ഷെ ഈ സ്ത്രീകൾ കുട്ടികളെ കൃത്യമായിട്ട് പഠിപ്പിച്ച് നല്ല നിലയിലാക്കാനായിട്ട് ശ്രദ്ധിച്ച് ഏത് ത്യാഗം സഹിക്കാനും തയ്യാറാകുന്നു കേരളത്തിൽ മാത്രമേ ഉള്ളത്. വേറെ എങ്ങും സ്ത്രീകൾ ഇത്രമാത്രം ഒരു സമൂഹത്തെ വാർത്തെടുക്കുന്നതിൽ ഇത്രയും കാര്യമായിട്ടുള്ളൊരു റോളില്ല ഉള്ള സ്ത്രീകളില്ല. അത് ഈ കേരളത്തിന്റെ ഒരു വലിയ പ്രത്യേകത. റോബിൻ ജെഫ്രി ഒക്കെ പറഞ്ഞ കേരളത്തിലെ മോഡേണിറ്റി കേരളത്തിലെ സ്ത്രീകളുടെ സൃഷ്ടിയാണ്. വളരെ കൃത്യമാണ്. അതുകൊണ്ട് സ്ത്രീകൾ അബലകളായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. എൻ്റെ സ്ത്രീകളൊന്നും അബലകളല്ല. പക്ഷെ ചൂഷണം, അവഗണന, പുറകോട്ട് തള്ളൽ ഇതുപോലെ കാര്യങ്ങളിലൊക്കെ അവർ എന്നിട്ട് മുമ്പോട്ട് വരുന്നുണ്ടെന്നുള്ള ശരിയാണ്. നമ്മൾ ഇന്ന് പറയുന്ന പോലുള്ളതുപോലൊന്നും ഇല്ല ശരിക്കും പറഞ്ഞാൽ. കാരണം ഈ പിന്നെ ഒരു പെണ്ണും രണ്ടാണും എന്നുള്ള പടത്തില് അതിൽ പിന്നെ ആ സ്ത്രീ അതിസുന്ദരിയായ ഒരു സ്ത്രീയാണ്. അവളുടെ കഥ മറ്റൊരു പറയുന്നതാണ്. അതെ, ചിന്നമ്മ. അതെ, പ്രവീണ ആണ് നായികയായിട്ട് എനിക്ക്. അപ്പോൾ അവളെ കണ്ട് ഭ്രമിച്ചിട്ട് ഒരു പിന്നെ ഭാര്യ മക്കളെയൊക്കെ വിട്ടേച്ച് ഒരു ഒരു മനുഷ്യനെ കൂടെ കൂടുന്നതാണ്. അതെ, അയാളുടെ വസ്തു എല്ലാം ഇയാൾക്ക് എഴുതി കൊടുത്തേച്ച്. പക്ഷെ ആ സ്ത്രീയെ അവർ പിന്നെ ഒരു സിറ്റുവേഷൻ വരുമ്പോഴത്തേക്ക് അവർക്ക് പിന്നെ കാമുകനുണ്ട്. ഇവർ രണ്ടുപേരും വഴക്കൂടി ജയിലിൽ പോകുന്നു. ജയിലിൽ പോയാൽ അവർ തിരിച്ച് ജയിലിൽ നിന്ന് തിരിച്ചു വരുന്ന രണ്ടുപേരും ഒരുമിച്ചാണ് വരുന്നത്. ഇന്ന് മീറ്റ് ചെയ്യാമെന്നുള്ളത്.
വരുമ്പോൾ എവിടെ വേറൊരുത്തനുമായിട്ട് അവിടെ ഇരിക്കുന്നു. അകത്ത് കൊച്ചു കരയുന്ന ശബ്ദം കേൾക്കുന്നു. അപ്പോൾ കൊച്ചു ഓടിച്ചെന്ന് നമ്മുടെ എടുത്തോണ്ട് വരും, കൊച്ചിനെ തോളം എടുത്തോണ്ട് വരുന്നു. അപ്പോൾ അവർ ചോദിക്കുന്നത് ഇത് ആരാടിയവൻ? അപ്പോൾ അവർ വളരെ എൻ്റെ കൊച്ചിൻ്റെ അച്ഛൻ. അത് വളരെ സ്ട്രോങ് ആയ ഒരു സ്ത്രീയാണ്. അതെ, അത് നമ്മുടെ ഈ തിരുവിതാംകൂറിൽ അല്ലെങ്കിൽ കേരളത്തിലെ ഈ മാതൃദായ ക്രമം എന്ന് പറയുന്ന അല്ലെ മരുമക്കത്തായ ഫ്രീഡവും സ്ട്രെങ്തുമാണ്. അതെ, അടൂരിന്റെ പ്രത്യേകിച്ച് പേഴ്സണൽ ജീവിതത്തിൽ പോലും അത് അതെ, അച്ഛൻ ചകന്ന് താമസിച്ചപ്പോഴും അമ്മയാണ് അടൂരിന്റെ മുഴുവൻ കാര്യങ്ങൾ ആയിരിക്കണം. അതെ, വളരെ ശക്തമായ അമ്മയുടെ പ്രസൻസ് അടൂരിന്റെ നാളിലുണ്ട്. ഇതിനകത്ത് ഈ സിനിമയുടെ പ്രത്യേകത നേരത്തെ പറഞ്ഞ പോലെ അതുവരെ എല്ലാ സിനിമകളിലും അടൂരിന്റെ സിനിമകളിൽ സ്ത്രീകളുണ്ടെങ്കിലും ഇവരെ മുമ്പിൽ നിർത്തിക്കൊണ്ടുള്ള ഒരു കഥ, ഒരു സിനിമ എന്നുള്ള രീതിയിലാണ് ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് വരുന്നത്. ഈ സിനിമ കഴിഞ്ഞിട്ടുള്ള ഇതിനെപ്പറ്റിയുള്ള ചർച്ചകളൊക്കെ വാസ്തവത്തിൽ അതിൻ്റെ അതേ അടൂർ ഉദ്ദേശിച്ച രീതിയിൽ തന്നെയാണോ പോയത്? അതിനെപ്പറ്റി തിരിച്ചറിഞ്ഞവർക്കും അല്ലെങ്കിൽ ദൂരെയുള്ളവർക്ക് മനസ്സിലാക്കാൻ ഈ പടത്തെ പറ്റി ഇംഗ്ലണ്ടിൽ ലണ്ടൻ ഫെസ്റ്റിവലിൽ കാണിച്ചപ്പോൾ ഒരു സ്ത്രീ എഴുതിയ റിവ്യൂ ഉണ്ടായിരുന്നു. അവർ പറയുന്നു ഇത് ഇന്ത്യയുടെ വേറൊരു കോണിലുള്ള ഒരു സംഭവമാണ് ഈ കാണുന്നത്. പക്ഷേ ഇത് നമ്മൾ ഇന്നും എത്തിയിട്ടില്ലാത്ത മോഡേണിറ്റിയാണ് ഇതിൽ കാണുന്നത് എന്ന് പറഞ്ഞിട്ട് അവർ എഴുതി വളരെ കാര്യമായിട്ട്. അപ്പോൾ അങ്ങനെ റെസ്പോൺസ് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കില്ല. കാരണം കൂടെ വന്ന കേരളത്തിലുള്ള ആളുകളായിരിക്കും പടം മനസ്സിലാക്കുന്നത് എന്നാണ് വിചാരിക്കുന്നത്. പക്ഷെ ഇവിടുത്തെ പിന്നെ സമീപനം വളരെ രസമായിരുന്നു. ഇത് വളരെ സിമ്പിളായി പോയി എന്നുള്ളൊരു പരാതിയായിരുന്നു. അപ്പോൾ പടം വളരെ സിമ്പിളായിപ്പോയി. നേരത്തെ ദുർഗ്രഹമാണെന്നാണ് പറഞ്ഞിട്ടുണ്ട്. ഇത് വളരെ സിമ്പിളായി പോയി. ശരി, അങ്ങനെയുണ്ട്. എന്ത് ചെയ്യാൻ പറ്റും? ഇത് സ്ത്രീകളുടെ മാത്രമല്ല, ഇതിനകത്ത് പറയുന്നത് ഈ നിയമത്തിന്റെ ഒരു ഭീകരമായ നിയമലംഘനത്തിന്റെ കഥ. സങ്കടകരമായ ഒരു സിറ്റുവേഷൻ. ഒരു കൊച്ചനും അല്ലേ, അവന്റെ അച്ഛൻ കള്ളനാണെന്ന്. നിയമലംഘനത്തിന്റെ കഥ അതല്ല, ഈ പ്രോസ്റ്റിറ്റ്യൂട്ട്. ശരി, അതെ, വേറൊരാളുമായിട്ട് വേറൊരാൾ വന്നിട്ട് കഴിയാമെന്ന് പറയുന്നുണ്ട്. ആദ്യം അവളൊക്കെ താറ്റിയൊക്കെ വിടും. അതെ അതെ. അപ്പം പിന്നെ പറയും, മറ്റേ കൂട്ടുകാർ പറയും ഇടി നല്ലൊരു കൊച്ചനെ വന്നിട്ട് നീ ഇങ്ങനെ പറഞ്ഞു വിടാൻ വേണ്ടി. പിന്നെ അവർ ഒരുമിച്ച് കഴിയാൻ തുടങ്ങും. എന്തായാലും റോഡിന്റെ വരാന്തയിലാണ് വരാന്തയിലാണ് കിടക്കുന്നത്. അപ്പോൾ ഒരു പതിവുകാരൻ വന്നിട്ട് ഇവിടെ വിളിക്കുമ്പോൾ അത് ഇങ്ങനെ കണ്ടിട്ട് അവൻ പിന്നെ പോയിട്ട് പോലീസിനെ വിളിച്ചുകൊണ്ട് വരികയാണ്. എന്നിട്ട് ഇത് കേസാക്കുന്നു, കോടതിയിൽ ട്രയൽ നടത്തുമ്പോൾ സാധാരണ ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെയാണ് ചോദിക്കുന്നത്. നിങ്ങളുടെ വീട്, ഭാര്യ, ഭർത്താവാണ് ഒക്കെ ആകെ പറയാനുള്ളത്. ഞങ്ങൾ ഭാര്യയും ഭർത്താവും ആന്നു ഞങ്ങൾ ഭാര്യയും ഭർത്താവുമാണ്. പിന്നെ ചോദിക്കുമ്പോഴും അപ്പം ജഡ്ജി തിരിക്കുന്നു. അവർ കല്യാണം കഴിച്ചിട്ടില്ല, റെക്കോർഡില്ല, തന്തയും തള്ളയില്ല, എവിടാന്ന് അറിഞ്ഞുകൂടാ, അഡ്രസ് ഇല്ല, അവർ ഭാര്യയും ഭർത്താവുമാണോ? ഞങ്ങള് ഭാര്യയും ഭർത്താവുക. No home, no hometown, no parents, and they claim to be husband and wife. ശിക്ഷിച്ചിരിക്കുന്നു എന്നാണ്. അതൊരു ഹോൾ ഫാലസി ഓഫ് ദി ഹോൾ തിങ്. അതെ അതെ, അതാണ് ഈ രണ്ട് മനുഷ്യർക്ക് അടുക്കണമെങ്കിൽ അത് നിയമം സംബന്ധിച്ചാലേ അവർ ഭാര്യ ഭർത്താവ്. അല്ലെങ്കിൽ നിങ്ങൾ പിന്നെ നിയമലംഘനമാണ് നടത്തിയിരിക്കുന്നത്. ഇയാൾ പോയി പ്രോസ്റ്റിറ്റ്യൂട്ട് ചെയ്തതിന് കുഴപ്പമൊന്നുമില്ല. അതെ അതെ, മറ്റേ പരാതിയും കൊണ്ട് പോയവന് ഒരു കുഴപ്പമില്ല, അവർക്ക് കുഴപ്പമൊന്നുമില്ല. അതാ മറ്റേ പത്മപ്രിയൻ ശ്രീജിത്ത് ടി ജി രവിയുടെ മകനാണ് അഭിനയിച്ചിരിക്കുന്നത്. അതെ അതെ. പിന്നെ ഒന്ന് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഒരു രണ്ട് പിള്ളേരുടെ കഥ, അവന്റെ അച്ഛൻ കള്ളനാണെന്ന് പറഞ്ഞത് നെടുമുടി വേണു കള്ളന്റെ മകൻ എന്ന് വിളിക്കാൻ കള്ളന്റെ മകൻ. അതെ, അയാളെ കള്ളന്റെ മകൻ വിളിക്കാൻ തുടങ്ങി. അതെ, അവസാനം ആ കള്ളൻ അയാളെ കള്ളനെന്ന് വിളിച്ച ആളിന്റെ അച്ഛന്റെ വീട്ടിൽ തന്നെ പോയി മോഷണം നടത്തി വിദഗ്ധനായിട്ട്. അതെ അതെ. പക്ഷെ അവന് സഹിക്കാൻ പറ്റുന്നില്ല. അത് ഹാർട്ട് ബ്രേക്കിംഗ് ആണ് അവന്റെ അനുഭവം. അത് അപ്പോൾ അതേ പറഞ്ഞു, അതിനകത്ത് സ്ത്രീകളുടെ എന്നുള്ളതിന് പുറമെ അതിനകത്ത് ഒരു പ്രത്യേക അവസ്ഥയിൽ നിൽക്കുന്ന സ്ത്രീകൾക്ക് സാമൂഹ്യമായിട്ടും സാമ്പത്തികമായിട്ടുള്ള ഒരു ദുരന്തം കൂടെ അതിനകത്ത് വരുന്നുണ്ട്. തീർച്ചയായിട്ടും അത് തള്ള മകനെ അറിയരുത് ഇതൊക്കെയാണ്. അപ്പോൾ അച്ഛനിടയ്ക്ക് വന്നിട്ട് ഈ പ്രത്യേക ഉടുപ്പും ഒക്കെ വാങ്ങിച്ചുകൊണ്ട് നല്ല ആഹാരം വെച്ചിരിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു അച്ഛൻ വന്നു ഇല്ലയോ ചോദിക്കുന്നു. എന്നിട്ട് അവനാൻ കരയാണ്. അച്ഛൻ പിന്നെ മോഷ്ടിച്ചില്ലയോ എന്ന് പറഞ്ഞിട്ട് ആ ഫ്രണ്ടിന്റെ വീട്ടിൽ പോയി മോഷ്ടിച്ചു. ഈ ആന്തോളജി സിനിമ, ഒരു സിനിമയിൽ തന്നെ 4 എന്നുള്ളത്
ടെക്നിക്കലി നേരത്തെ ചെലവിൻ്റെ കാര്യം പറഞ്ഞു, അതൊരു പിന്നീടൊരു മറാഠി സംവിധായകൻ ഇത് കണ്ടിട്ടാണ് ഞാൻ ആന്തോളജി ഫിലിം എൻ്റെ ഫിലിം എടുത്തതെന്ന് പറഞ്ഞ ഒരു മറാഠി ഡയറക്ടർ പറഞ്ഞതായിട്ട് ഇതിനകത്ത് ഞാൻ വായിച്ചു. അതിൻ്റെ ഒരു ചലഞ്ച് എന്തായിരുന്നു അങ്ങനത്തെ എടുക്കുന്നതിന്? ഇല്ല, ഞാനിത് ഈ ആളുകൾക്ക് ഒരു 1.5 മണിക്കൂർ 2 മണിക്കൂറോ ഇങ്ങനെ ഒരേ രീതിയിൽ പുരോഗമിക്കുന്ന ഒരു കഥ കാണാനാണ് പരിചയം, ശീലം അതാണ്. ഈ പടത്തിനും കേരളത്തിൽ ആ പ്രശ്നം ഉണ്ടായിരുന്നു. അവർക്കിങ്ങനെ ഓരോരോ കഥയായിട്ട് വരുമ്പോഴത്തേക്ക് അവിടെ ഒന്നും ഒരു ബ്രേക്കല്ലേ. പിന്നെ അങ്ങനെ ഒരെണ്ണം മുഴുവനോടെ ഒരെണ്ണം എക്സ്പാൻഡ് ചെയ്യാൻ അതിനുള്ള ഇതില്ല ഉണ്ടെന്ന് തോന്നിയില്ല. ഇല്ല, അത് ഷോർട്ട് ഫിക്ഷൻ നമ്മൾ ചെറുകഥ എന്ന് പറയുന്ന പോലെ നോവലും ചെറുകഥയും തമ്മിലുള്ള വ്യത്യാസമാണ്. ഒരു ഷോർട്ട് ഫിലിം എന്ന് പറഞ്ഞാൽ അത് അബൌട്ട് വൺ തിങ് ആണ് ശരിക്കും പറഞ്ഞാൽ. അതെ, ഈ തകഴിയുടെ കഥകൾക്കുണ്ടായിരുന്ന ഒരു പ്രത്യേകത, ചില കഥയൊക്കെ ഇതിനകത്ത് 1.5 പേജൊക്കെ ഉള്ളൂ അത് എഴുതിയിരിക്കുന്നത്. 1 പേജ് 1.5 പേജൊക്കെ ഉള്ളൂ. അത് ഡെവലപ്പ് ചെയ്താണ്. പിന്നെ കഥാപാത്രങ്ങളും സിറ്റുവേഷൻസും എല്ലാം നമ്മൾ ഉണ്ടാക്കിയതാണ്. പക്ഷേ ഈ 1.5 പേജിനകത്ത് വളരെ കണ്ണായ കാര്യങ്ങളാണ് പറയുന്നത്. കൃത്യമായിട്ടുള്ള അതിൻ്റെ റൂട്ടിലാണ് അദ്ദേഹം തൊട്ടിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് സൗകര്യമാണ് അതിലെ ഡെവലപ്പ് ചെയ്യാനായിട്ട്. ഈ പിന്നെ കന്യക എന്ന് പറഞ്ഞ പടത്തിന് കഥയ്ക്കകത്ത് ഇവളെ കല്യാണം കഴിച്ചവന് ആകെ അവനെ പറ്റി പറയുന്നത് അയാൾ ചോറ് വിളമ്പുമ്പോൾ മതിയെന്ന് പറയത്തില്ല. ഗീതു മോഹൻദാസ്. അതെ, ഒറ്റ വാക്ക് എഴുതിയിരിക്കുന്നത്. അതാണ് ഡെവലപ്പ് ചെയ്ത് അയാളും തള്ളയും അതും ഇതൊക്കെ ഹോൾ അവരുടെ കല്യാണവും അതും ഇതൊക്കെ മുഴുവൻ ഹോൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് അതിൽ നിന്നാണ്, ആ വായത്തിൽ നിന്നാണ്. അതെ, അയാളുടെ ഭക്ഷണം കഴിക്കൽ അതിനകത്ത് വലിയ രസകരമായിട്ടുള്ള ഭയങ്കര സീനാണ്. ലോകം മുഴുവനും ചിരിക്കുവായിരുന്നു. അത് വാസ്തവത്തിൽ അതെ പറഞ്ഞു, കഥയിൽ അതൊരു പരാമർശമേ ഉള്ളൂ, അത്രേ ഉള്ളൂ. ഇയാള് പിന്നെ അയാൾ പിന്നാണാൻ വരുന്നത്, ഇതെല്ലാം പിന്നെ നമ്മൾ ചേർത്ത് അതിനകത്ത്. അതെ, അതുള്ളതല്ല. അതിൽ അയാളുടെ ഒരു കഴിവുകേടാണ് അതിനകത്ത്. അതല്ല, അയാള് പിന്നെ മദർ ഫിക്സേഷൻ ആണ്. ശരി. അയാൾ പിന്നെ സിനിമ കാണാൻ പോകുന്നത് പോലും അവിടെ പോലും അവന് വെറുതെ അവനൊരു കൂട്ടുകാർ പോലും ഇല്ല. അവൻ അത്ര നല്ലവനാണ്. അവനെ ഞാൻ അങ്ങനെ വളർത്തിയിരിക്കുന്നത് തള്ള പറയുന്നത്. അവനൊരു ഒറ്റ കാശ് വെറുതെ കളയത്തില്ല. പിന്നെ സിനിമ കാണാൻ പോകും. അത് പടം ഇറങ്ങുന്ന ദിവസം തന്നെ പോയി കാണും. രണ്ടാമത്തെ ഷോയ്ക്കാ പോകത്തുള്ളൂ. അല്ലെ, ഗീതു മോഹൻദാസും നന്ദു ഒരുപാട് ഗംഭീരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്.